ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ എങ്ങനെ വ്യൂസ് അധികരിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേരുടെ മനസ്സിൽ വരുന്നത് നല്ല തമ്പനയിൽ വെക്കണം, നല്ല രീതിയിൽ ടൈറ്റിൽ കൊടുക്കണം, നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഇതായിരിക്കും ഒക്കെ പറയാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. കാരണം ഇതിനു മുമ്പ് ഒട്ടനവധി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഒരു അടിസ്ഥാന ഘടകവും തന്നെയാണ് വ്യൂസ് വർദ്ധിപ്പിക്കാനുള്ളത്. പക്ഷെ പലവരുടെയും ചാനൽ ചെക്ക് ചെയ്യുക വഴി ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യാൻ വരും. അപ്പൊ അവരുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് തന്നിട്ട് തന്നെ അവരുടെ മോണിറ്റൈസേഷന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് തരുന്നതാണ്. അപ്പൊ അതിന് ചെക്ക് ചെയ്യുമ്പോൾ വ്യൂസ് വരാത്തതിന്റെ കാരണം തിരക്കി ചെക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടെത്തിയത്. അവരുടെ സെറ്റിങ്സ്, ചാനലിൽ ചെയ്യേണ്ട അടിസ്ഥാന സെറ്റിങ്സ്, നമുക്ക് വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം യൂട്യൂബിന്റെ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, ഇത് മനുഷ്യന്മാർ ചെയ്യുന്നതല്ല, ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഈ ഒരു അൽഗോരിതം എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ചാനലിൽ വ്യൂസ് വരുന്നത്, നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ചാനൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത്, ഇതെല്ലാം ഒരു റെക്കമെൻഡേഷൻ നടക്കുന്നത് ഇത് മനുഷ്യന്മാർ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. മനുഷ്യന്മാര് കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നിട്ട് ഇന്ന ആളുടെ വീഡിയോ കുഴപ്പമില്ല, ഇവരിനെ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അവരുടെ റെക്കമെൻഡേഷൻ ഇന്ന പ്രദേശത്ത് കൊണ്ടുപോകാം, ഇതെല്ലാം മനസ്സിലാക്കുന്നത് അവരുടെ ലാംഗ്വേജ്, ഇതെല്ലാം മനസ്സിലാക്കി യൂട്യൂബിന്റെ അൽഗുരിതത്തിന്റെ സെറ്റപ്പ് അനുസരിച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ചെയ്യുന്നത്, മനുഷ്യന്മാർ ഇരുന്നിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള പണികൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഒരു മൊബൈൽ റെക്കോർഡ് സഹിതം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ വ്യൂസ് വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാനമായിട്ടുള്ള ഈ ഒരു സെറ്റിങ്സ് ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം ചെയ്യുക. അതിനു മുമ്പ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പവർ, നമ്മുടെ ഫാമിലിയുടെ പവർ ഈ ഒരു ലൈക്കിലൂടെയാണ് മറ്റുള്ളവർ കാണുക. അപ്പോൾ ലൈക്ക് ഒരാൾ മറക്കരുത്. നല്ലൊരു വീഡിയോ ആണ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈസിയുടെ ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റ് ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്റെ ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യം എന്റെ ചാനലിൽ ഉള്ളതാണോ, ഈ സെറ്റിങ്സ് എല്ലാം ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി ചെയ്തിരിക്കണം. ഇത് ചെയ്തിരിക്കണം. ഒരുപാട് പേരുടെ ചാനൽ ഇല്ലാണ്ട് ഞാൻ അവരുടെ ചാനലിൽ ചെയ്തു കൊടുത്തിട്ട് പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമല്ലേ, നിങ്ങൾ എന്തൊന്നും ചെയ്യാത്തതെന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സെറ്റിങ്സ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡാഷ്ബോർഡ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിന് ഏറ്റവും താഴെ തന്നെ ഇവിടെ ഒരു സെറ്റിങ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഇവിടെ ഉണ്ട്, ജനറൽ ചാനൽ അപ്ലോഡിങ് ഡിഫോൾട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഘടകം എന്താണ്, നമ്മുടെ ചാനലാണ്. ചാനൽ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത്. ചാനലിന്റെ അടിസ്ഥാനം, നമ്മുടെ ചാനലാണ് കൂടുതൽ ആളുകളുടെ മുന്നിലോട്ട് പോവേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ചാനൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ആദ്യം വന്നത് ബേസിക് ഇൻഫോ, ബേസിക് ആയിട്ടുള്ള കാര്യം അതടക്കം ചെയ്തിട്ടില്ലാത്തവരാണ് ഒരുപാട് പേര് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ളതിൽ ആദ്യം ചെയ്യേണ്ടത് കൺട്രി, ഇന്ത്യ. നമ്മുടെ കൺട്രി എന്താണ്? ഇന്ത്യ. ഈ കൺട്രി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വിദേശത്തൊക്കെയാണ്, ഇപ്പൊ നിങ്ങൾ സൗദി അറേബ്യയോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺട്രി സെലക്ട് ചെയ്യാം. നിങ്ങളുടെ അവിടുത്തെ കൺട്രി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കൺട്രി സെലക്ട് ചെയ്തിരിക്കണം. ഇവിടെ ഒരുപാട് പേര് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അവിടെ ഒരു കൺട്രി സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ തന്നെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കൺട്രി സെലക്ട് ചെയ്തിരിക്കണം. ഇനി അതിന്റെ താഴെ തന്നെ കീവേഡ്സ് മസ്റ്റായി കൊടുത്തിരിക്കണം. നിങ്ങളുടെ ചാനലിന്റെ റീച്ചുമായി ബന്ധപ്പെട്ടുള്ള കീവേഡുകൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ ചാനൽ നെയിമാണ്. അതുപോലെ നിങ്ങളുടെ ചാനൽ നെയിമും കൊടുക്കുക. പിന്നെ യൂട്യൂബ് കോർണർ മലയാളം ഇങ്ങനെയൊക്കെ ഞാൻ കൊടുത്തു. ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനൽ, ഇതെല്ലാം എന്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കീവേഡുകൾ കൊടുക്കണോ അത് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇതെല്ലാം നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്, വ്യൂസ് അധികരിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ചാനൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോയാലേ വ്യൂസ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടു എന്നിട്ടും വ്യൂസ് കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതിപ്പെടാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കാണുക. ഇനി നേരെ നമ്മൾ പോവേണ്ടത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ്. അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണോ അതല്ല കിഡ്സിന് വേണ്ടിയിട്ടല്ല, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ആണ്. ഈ ഒരു 3 എണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് പേര് കിഡ്സിന്റെ ഒക്കെ ഇടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് തന്നെ അത് അതിന്റെ കമന്റ് ഓഫ് ആക്കാറുണ്ട്, അതിന്റെ റെക്കമെൻഡേഷൻ കുറയ്ക്കാറുണ്ട്. കിഡ്സ് ആവുന്നതിന് മുന്നോടിയായിട്ട് വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് കിട്ടും. കിഡ്സ് ആക്കി കഴിഞ്ഞാൽ വീഡിയോ കിഡ്സിന്റെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ റീച്ച് ഡൗൺ ആവും. കാരണം യൂട്യൂബ് താരതമ്യേന ഡൗൺ ആക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നോ എന്ന് കൊടുത്താൽ മതി. ഇവിടെ നോ സെറ്റ് ദിസ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുത്താൽ മെയ്ഡ് ഫോർ കിഡ്സിന്റെ നോ എന്നുള്ളത് കൊടുത്താൽ മതി. നമ്മൾ കുട്ടികൾക്കുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത് കൊടുത്താൽ മതി. ഇതെല്ലാം നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അതല്ല കുട്ടികളെയും ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുട്ടികളെ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്, കുട്ടികളെ അല്ലാതെയും ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഉൾപ്പെടുത്താതെയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഇവിടെ ഐ വാണ്ട് ടു റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ മൂന്നാമത്തെ, അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏതൊക്കെ സെലക്ട് ചെയ്താൽ മതി. എസ് ഏറ്റവും മുകളത്ത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കിഡ്സിന് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ വീഡിയോ കിഡ്സിനാണെന്ന് യൂട്യൂബ് അനുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ആ വീഡിയോ കിഡ്സ് ആക്കി മാറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റിംഗ്സ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഒരു സെറ്റിംഗ്സ് ആണ് ഫീച്ചേർഡ് എലിജിബിലിറ്റി എന്നുള്ളത് കേട്ടോ. ഈ ഫീച്ചർ എലിജിബിലിറ്റി ഈ സെറ്റിംഗ്സ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇതിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരുപാട് പേര് വൺ ടൈം വെരിഫിക്കേഷൻ എന്താണ്, വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. നമ്മുടെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് അതൊരു വൺ ടൈം ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം എലിജിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഇതെല്ലാം നമ്മുടെ എലിജിബിൾ ആയിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ എലിജിബിൾ ആയിരിക്കണം. ഈ സെറ്റിംഗ്, ഈ 3 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എന്റെ എലിജിബിൾ ആണോ, ഇത് എന്റെ എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് മുഴുവനായി കണ്ട ശേഷം ഇത് എങ്ങനെയാണ് നോക്കി കാണേണ്ടത്, ഇതിന്റെ കാരണങ്ങൾ എന്താണ്, എങ്ങനെയാണെന്നെല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ട് ഇതെല്ലാം നോക്കി കാണും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും ഈ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഓക്കെ, ഇതെല്ലാം ഒരു അടിസ്ഥാന ഘടകമാണ് കേട്ടോ. അപ്പൊ ചാനലിന്റെ ഈ ഒരു അടിസ്ഥാന സെറ്റിംഗ്സ് തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. നമ്മൾ വീഡിയോ ഇടുന്ന ടൈം അത് മുഖ്യമാണ് കേട്ടോ. വീഡിയോ ഇടുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗോരിതം ഓരോ ടൈമിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു അൽഗോരിതത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ പല ടൈമിലായിട്ട് വീഡിയോ ഇടുമ്പോൾ ആ ടൈമിൽ ഏത് ടൈമിലാണോ വീഡിയോക്ക് റീച്ച് കിട്ടുന്നത്, ഉച്ചയ്ക്ക് ശേഷം ഇടാൻ നോക്കുക കേട്ടോ. എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഇട്ടിട്ട് വൈകുന്നേരം ഈവനിങ് ഒരു 5-5:30 ഇടുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു 8-8:30, 7:30 തൊട്ടിട്ട് 8-8:30, 9 മണിന്റെ ഉള്ളിൽ ഇടുക. 9 മണിക്ക് ശേഷം പിന്നെ ഇടാൻ നിൽക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈറ്റ് നോക്കുക. ചിലപ്പോൾ റീച്ച് ആ ടൈമിലൊക്കെ കിട്ടുന്ന വെച്ചാൽ ആ ടൈം തന്നെ ഫോക്കസ് ചെയ്യുക. ചില വീഡിയോയുടെ കണ്ടന്റ് ഒക്കെ ആ ഒരു ടൈമിലായിരിക്കും നന്നായിട്ട് റീച്ച് ആകുക. നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ട് വേണം നിങ്ങൾ ടൈം സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈം എങ്ങനെയാണോ, അതായത് പെർട്ടിക്കുലർ ഒരു ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ആ ടൈം മനസ്സിലാക്കണം. ഇപ്പൊ വല്ല ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മണി മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ടൈം മനസ്സിലാക്കണം. എപ്പോഴാണ് ആളുകളെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുക, അപ്പൊ ആളുകൾ എപ്പോഴാണ് ഇരിക്കുന്നത്, നമ്മുടെ കണ്ടന്റ് കൊടുക്കുന്ന ടൈം എപ്പോഴായിരിക്കണം എന്നുള്ള ടൈം എല്ലാം വ്യക്തമായി മനസ്സിലായിരിക്കണം. ഈ ടൈം വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ പല ടൈമിലായിട്ട് ഇട്ട് നോക്കുമ്പോൾ ഏത് ടൈമിലാണ് എന്റെ വീഡിയോ റീച്ച് കിട്ടുന്നത് ആ ടൈം തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി മസ്റ്റ് ആയിരിക്കണം. പറയുന്ന കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യം തന്നെ പോയിട്ട് ഇൻട്രോ കൊടുക്കരുത്. ഒരുപാട് പേരുടെ ചാനൽ ബിഗിനറായിട്ട് വരുന്നവരാണ് അധികം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഇൻട്രോ കൊടുക്കും. അത് ആ ഇൻട്രോ കണ്ട് തന്നെ ആ ഒരു വ്യക്തി അവിടുന്ന് സ്കിപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു കാരണം, നിങ്ങളുടെ വ്യൂസ് കൂടാതിരിക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ ഇൻട്രോ ആണ്. മോശപ്പെട്ട ഇൻട്രോ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ആഗ്രഹമായിരിക്കും എന്റെ ചാനലിൽ എന്റെ പേരോടുകൂടി ഇൻട്രോ വരണമെന്ന്. അത് നിങ്ങൾ നല്ല രീതിയിൽ റീച്ച് ആയ ശേഷം നിങ്ങൾക്ക് കൊടുക്കാം. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും നല്ല രീതിയിൽ പ്രസരിപ്പിക്കാൻ, ആ ഒരു പ്രസന്റേഷൻ ചെയ്യാനും നിങ്ങൾക്ക് അറിയും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ബിഗിനർ ആയിട്ടിരിക്കുന്ന ടൈമിൽ അത്തരത്തിലുള്ള ഇൻട്രോ കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആളുകളായിക്കോട്ടെ, നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകുന്ന, നല്ല രീതിയിൽ ചാനലിനെ കുറിച്ച് അറിയുന്നവരായിക്കോട്ടെ, അവരൊന്നും ആ ഒരു ഇൻട്രോ കാണാൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യും. നിങ്ങൾ കൊടുക്കേണ്ട കാര്യം ആദ്യം കൊടുക്കുക. നിങ്ങൾ പറയേണ്ട കാര്യം എന്താണോ അത് ആദ്യം നിങ്ങൾ പറയുക. എന്നിരുന്നാലാണ് ആളുകൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. ഈ ഒരു കാര്യം ബിഗിനറായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല ഇരിക്കണം. ഫാനൊക്കെ ഇട്ടിട്ടും മറ്റുള്ള സൗണ്ടൊക്കെ വരുത്തുന്ന പോലെയുള്ള സൗണ്ടൊക്കെ വന്നിട്ട് നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ മിക്സഡ് ആയിട്ട് നിങ്ങളുടെ വോയിസ് കൂടി കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാൻ ഇമ്പമാവില്ല. സൗണ്ട് കലപില സൗണ്ടിൽ നിങ്ങളുടെ വോയിസ് കേൾക്കാതാവും. അങ്ങനെ ആവുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യപ്പെടില്ല. അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ എഡിറ്റിംഗ് ആപ്പിൽ നിന്നുള്ള മ്യൂസിക് ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് പേര് പറയും വീൻ ആപ്പിൽ നിന്ന്, കൈമാസ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ മ്യൂസിക് കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ ഉൾപ്പെടുത്താലും നോൺ കോപ്പിറൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഉൾപ്പെടുത്തരുത്. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടും. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ള അനുഭവമാണ്. നിങ്ങൾ യൂട്യൂബിന്റെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് മാത്രം എടുത്ത് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പൊ വ്യൂസ് അധികരിക്കാൻ വേണ്ടി ടൈം ശ്രദ്ധിക്കുക, വോയിസ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, പ്രസന്റേഷൻ, നിങ്ങൾ കൊടുക്കുന്ന പ്രസന്റേഷൻ, അതുപോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. വ്യൂസ് അധികരിക്കാൻ പറ്റുന്ന കൂടുതൽ ട്രിക്സുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.